അറബികളും ഫാമിലിയൊക്കെ വന്ന് ഇവിടെ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് 1977 ഒക്ടോബർ 2-നാണ് ഞാൻ ഒമാനിൽ ഇറങ്ങിയത്. അന്ന് ഹലോ ഗൈസ്, പരപ്പ ബ്ലോഗിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ അടിപൊളി വീഡിയോ ആണ്, എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. സംഭവിച്ചാൽ പൊളി വീഡിയോ ആണ് ഗൈസ്, ഒന്നും പറയാനില്ല. അടിപൊളി ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകാൻ ഒരു ട്രാവൽ ബ്ലോഗാണ് ഗൈസ്. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് സംഭവിച്ചാൽ നമ്മുടെ ഒമാനിലുള്ള ഒരു അടിപൊളി, ആരും കാണാത്ത, ആരും എത്തിപ്പെടാത്ത ഒരു സ്ഥലത്തേക്കാണ്. നല്ലൊരു മൗണ്ടൻ കസവിലേക്കാണ് പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ സ്ഥലം എന്ന് പറയുന്നത് അതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള സ്ഥലമാണ്. അതുമാത്രമല്ല, ഇവിടെ 50 വർഷം ഈ പ്രവാസ ജീവിത എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ നമ്മുടെ കൂടെയുണ്ട്. പോരാത്തന്നെ അദ്ദേഹത്തിന് അത്യാവശ്യം നിങ്ങൾക്ക് അറിയായിരിക്കും. ഈ വീഡിയോ അത്യാവശ്യം കാസർഗോഡുള്ള ആൾക്കാർ വീഡിയോ കാണുകയാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അദ്ദേഹത്തിന് അറിയായിരിക്കും. കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ആളാണ്. പിന്നെ പോരാത്തതെന്ന് വെച്ചാൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആളാണ്. പിന്നെ കൂടുതൽ നമുക്കിങ്ങനെ ഹലോ ഗൈസ് അങ്ങനെയൊന്നും പറയാനുള്ള ഒരു സിറ്റുവേഷൻ എനിക്ക് കിട്ടുന്നില്ല. കാരണം വെച്ചാൽ കുറച്ച് റെസ്പെക്ട് കൊടുക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണണം. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയാൻ സാധിക്കും. ഗൈസ്, വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഒരുപാട് അടിപൊളിയായിട്ടുള്ള വ്യൂ പോയിന്റ് ഒക്കെ പോകാനുണ്ട് ഗൈസ്. ജസ്റ്റ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട്, ഷെയർ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ട് വീഡിയോ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. സംഭവം ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് ഗൈസ്. ഖോർ നജിദാണ്. അറബിയിൽ പറഞ്ഞാൽ സുരക്ഷാ താവളം എന്നാണ്. ഇത് ഒരുപാട് ഷിപ്പുകൾ വന്ന് നിൽക്കുകയാണെങ്കിൽ അതിന് വളരെ സുരക്ഷമായി നിൽക്കുന്ന ഒരു കേന്ദ്രമാണ്. ചുറ്റുഭാഗം മലയാണ്, അതിന് നടുവിൽ കടലാണ്. ഇത് വലിയ ഒമാനിൽ അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഖോർ നജിദ, ഖോർ നൈഡ് എന്നാണ് സാധാരണ പറയാറ്. ഖോർ നജിദ എന്നാണ് സുരക്ഷാ താവളം. അപ്പോൾ ഇവിടെ റോഡൊക്കെ ഇങ്ങനെ ഇന്നും മിലിറ്ററിക്ക് മാത്രം ഉപയോഗിക്കുന്ന ആൾക്കുള്ള റോഡാണ്, പ്രൈവറ്റ് റോഡല്ല. അതുകൊണ്ട് കൂടുതൽ എല്ലാ സമയത്തും ഇവിടെ വരാൻ പറ്റൂല. ഒരു സുരക്ഷാ കേന്ദ്രം കൂടിയാണ്. ഒമാനിലെ ഏറ്റവും അറിയപ്പെടുന്ന, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള, ഏറ്റവും ആൾക്കാർ ആദ്യം എത്തിപ്പെടാൻ ശ്രമിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ്. കോർണേഷൻ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. അടിപൊളിയായിട്ടുള്ള വ്യൂ പോയിന്റ് ആണ്. അതുപോലെ തന്നെ അതിന്റെ തൊട്ടടുത്തുള്ള ഒരു പാർക്കാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ഇവിടെ സല്ലാല എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് അടിപൊളിയായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുള്ള സ്ഥലമാണ്. ഇത് ഒമാനിലാണ്. ഒമാനിലെ മൗണ്ടൻ, ഒമാനില് ശരിക്കും ഈ ജബൽ എന്ന് പറയുന്ന ഭയങ്കര സംഭവമാണ് ഗൈസ്. ഇത് സംഭവം ശരിക്കും വന്ന് ഇവിടെ കണ്ടാലേ അറിയുള്ളൂ. അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒമാനിലുള്ള ആൾക്കാരാണെങ്കിൽ മസ്കറ്റ്, റൂബി, ഇങ്ങനെ ഒരുപാടുള്ള സ്ഥലത്തുള്ള ഒമാനിലുള്ള ആൾക്കാരാണ്, തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ഈ സ്ഥലം വന്ന് നിങ്ങൾ സന്ദർശിക്കണം ഗൈസ്. അടിപൊളിയായിട്ടുള്ള വ്യൂ പോയിന്റ് ആണ്, അടിപൊളി രസമാണ്, ഒരു കുഴപ്പമില്ല. ഇവിടെ ആളുകൾ വരും. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ, ഒഴിവ് ദിവസങ്ങളൊക്കെ വന്ന് അറബികളും ഫാമിലിയൊക്കെ വന്ന് ഇവിടെ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ട് കഴിച്ചിട്ട് പോകും. ബിർക്കത്ത് ന്യൂസ് എന്നിട്ട് അപ്പുറം ഒരു കുളമുണ്ട്. ഇതിവിടെ ഒരു വേറെ ബിർക്കുണ്ട്.
തുക്കത്തിൽ മൂന്ന് അങ്ങനത്തെ പേരുണ്ട്, ഓർമ്മയില്ല. അപ്പോൾ അന്ന് മുതൽ അറബികളിങ്ങനെ ഒരു ഔട്ടിന് വരുന്ന സ്ഥലമാണിത്. കിട്ടുന്ന ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവർ ഫാമിലിയായി വന്ന് കഴിച്ചിട്ട് പോകും. ടോട്ടൽ എത്ര വർഷമായി എന്നൊന്ന് പറഞ്ഞേക്ക്, ഇവിടുത്തെ എത്ര വർഷമായി നിങ്ങളുടെ എക്സ്പീരിയൻസ്? 1977 മുതലുള്ള കഥകളാണ് പറയുന്നത്. 1977 ഒക്ടോബർ 2 ഞാൻ ഒമാനിൽ ഇറങ്ങിയത്. അന്ന് ഈ ആഴ്ചക്ക് ഒരു ദിവസം ഇങ്ങനെ അറബികളെ ഫാമിലി കൂടെ വരും, അവർ കൂടെ വന്ന് കിട്ടുന്ന ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പോകും. വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടുവരും, വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോകും. അന്ന് തൊട്ട് ഇതൊരു ഇതാണ്. ടോട്ടല് 10-50 വർഷത്തിനടുത്തായി. ജീവിതത്തിന്റെ മുക്കാലും ഇവിടെ തന്നെ. മാഷാ അല്ലാ. അല്ല ഇതിപ്പോ കാണുമ്പോഴേക്കും എല്ലാവരും ഇവിടെ കുറെ അറബി കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ എത്തുമ്പോൾ കുറച്ച് വൈകുന്നേരം ഇവിടെ ഈ ചൂട് കാലമായതുകൊണ്ട് ഇവിടെ ടൂറിസ്റ്റുകളൊന്നും വരുന്നില്ല, പിന്നെ ഇവിടുത്തെ ആൾക്കാരും വരുന്നില്ല. കാരണം വെച്ചാൽ ഇവിടെ നല്ല ചൂട് കാലമാണ് ഇപ്പോൾ, ഭയങ്കര ഹ്യൂമിഡിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നല്ല വ്യൂ ആണ്. കാരണം വെച്ചാൽ ഭയങ്കര ചൂട് കാലം ആയതുകൊണ്ട് ആൾക്കാരൊന്നും പുറത്തങ്ങനെ ഇങ്ങനെ ഇറങ്ങുന്നില്ല ഗൈസ്. അപ്പോൾ സംഭവിച്ചാൽ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റി. കാരണം വെച്ചാൽ ആരും ഉണ്ടായിരുന്നില്ല, വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കോർണേഷിൽ പോയി, അത് തന്നെ കോർണേഷ് സൂയിസൈഡ് പോയിന്റ് പോലത്തെ സ്ഥലത്തേക്ക് പോയി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഈ പാർക്കിൽ വന്നിട്ട്, പാർക്കിൽ അടിപൊളിയായിട്ടുള്ള നല്ല അടിപൊളി സ്ഥലമാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ ചൂട് കാലങ്ങളായതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ആൾക്കാർ പുറത്തിറങ്ങുന്നില്ല ഈ ചൂട് കാലങ്ങൾ ആയതുകൊണ്ട്. ഇപ്പൊ ചൂട് കുറച്ച് കുറഞ്ഞു, വലിയ ചൂട് കാര്യങ്ങളൊന്നും ഇല്ല, എങ്കിലും ചൂടുണ്ടില്ല എന്നല്ല, ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുതലാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാ സ്ഥലത്തൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ദിബ്ബ റോട്ടിൽ കയറി കേട്ടോ. ദിബ്ബ റോട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദിബ്ബ റോഡ് എന്ന് പറയുന്നത് ശരിക്കും അടിപൊളി അഡ്വഞ്ചർ ട്രിപ്പാണ്. സംഭവം വെച്ചാൽ ഞങ്ങളുടെ വണ്ടിയിൽ 4 വീൽ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പകുതിയിൽ നിന്ന് തിരിച്ചു വന്നു. കാരണം ഞങ്ങളുടെ ചെറുവണ്ടിയായിരുന്നു, കാറായിരുന്നു, അതിൽ 4 വീൽ ഉണ്ടായിരുന്നില്ല. അതായത് ഹനുമാൻ ഗിയർ എന്നൊക്കെ പറയുന്നില്ല, ആ ഗിയർ നമ്മളിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ അവിടുന്ന് സംഭവം മെയിനായിട്ട് ഞങ്ങൾ അവിടെ നല്ല കയറ്റം ഗാനം പാടും നന്നായിട്ട്. ഇതാണ് ദിബ്ബ റോഡിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന ഫസ്റ്റ് തുടക്കമാണ്. ഇത് ഈ കയറ്റം തുടങ്ങുന്ന കേട്ടോ. ഇത് ഒരുപാട് കിലോമീറ്റർ ഇതിങ്ങനെ തന്നെ ഇങ്ങനെ പോകും. അപ്പൊ ഈ കയറ്റത്തിൽ പോയാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുകയാണ് ഗായ്സ്. തിരിച്ച് ഞങ്ങളൊരു ചായക്കടയിൽ, കാസർഗോഡുകാരെ ചായക്കടയിൽ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു ഗായ്സ്. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് ഗൈസ്. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ശുഭദിനം നേരുന്നു.